ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. തർക്കപരിഹാര കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 53. അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ സമിതിക്ക് തർക്കപരിഹാര കമ്മീഷന് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികളും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപ്പീലുകളും പരിഗണിക്കാവുന്നതാണ്. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷന് എന്തൊക്കെ പരിഗണിക്കാം? 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികളും സംസ്ഥാനത്തിൻ്റെ അപ്പീലുകളും പരിഗണിക്കാവുന്നതാണ്. ഇതേക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 58. ഇതേക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 58. ഇനി കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെയാണ് ദേശീയ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു ദേശീയ തർക്കപരിഹാര കമ്മീഷൻ സ്ഥാപിച്ചത്. ഒരു വിജ്ഞാപനത്തിലൂടെയാണ് ദേശീയ തർക്കപരിഹാര കമ്മീഷൻ സ്ഥാപിച്ചത്. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 1988. അപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1988. ഇനി ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതിൻ്റെ ആസ്ഥാനം ഉപഭോക്തൃ ന്യായ ഭവൻ, ന്യൂഡൽഹി. ആസ്ഥാനം എവിടെയാണ്? ഉപഭോക്തൃ ന്യായ ഭവൻ, ന്യൂഡൽഹി. നിലവിൽ 678 ജില്ലാ കമ്മീഷനുകളും 35 സംസ്ഥാന കമ്മീഷനുകളുമാണ് ഉള്ളത്. നിലവിൽ 678 ജില്ലാ കമ്മീഷനുകളും 35 സംസ്ഥാന കമ്മീഷനുകളുമാണ് ഉള്ളത്. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം മുഖേന ദേശീയ കമ്മീഷന് പ്രാദേശിക ബെഞ്ചുകൾ ഉചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ സ്ഥാപിക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം മുഖേന ദേശീയ കമ്മീഷന് പ്രാദേശിക ബെഞ്ചുകൾ ഉചിതമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സ്ഥാപിക്കാവുന്നതാണ് ബെഞ്ചുകൾ. ഇനി ദേശീയ കമ്മീഷൻ്റെ ഘടന എങ്ങനെയായിരിക്കും? അതിൽ പ്രധാനമായിട്ടും ഒരു പ്രസിഡൻറ്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ദേശീയ കമ്മീഷൻ്റെ ഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസിഡൻറ്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ്. ഇനി പ്രസിഡൻറ്റിൻ്റെ പ്രായം 70 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. പ്രസിഡൻറ്റ് കാലാവധി എന്താണ്? 70 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. മറ്റംഗങ്ങളുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 67 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. 67 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി. ആരാണ് ആദ്യ പ്രസിഡന്റ്? ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി. അവരുടെ യോഗ്യത എന്താ?